നീറ്റ് പ്രിപ്പറേഷനിൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണ്? നീറ്റ് 2023 ആസ്പിരൻസിനോട് എന്നുള്ള വീഡിയോ സീരീസിലെ നെക്സ്റ്റ് വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഡോക്ടർ നിയാസ് ഫ്രം ഡോപ്പ. സോ നീറ്റ് പ്രിപ്പറേഷനിൽ ഞാനിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എത്ര ദൂരം സഞ്ചരിച്ചു, എത്ര നന്നായി ഞാൻ പെർഫോം ചെയ്ത് പോകുന്നുണ്ട്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. പലരും സെൽഫായിട്ട് ഡൗട്ട് ചെയ്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, ഞാൻ റൈറ്റ് ട്രാക്കിൽ എന്നാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈവൻ ദോ നിങ്ങൾ റൈറ്റ് ട്രാക്കിൽ റൈറ്റ് സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും സ്റ്റിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ പോകുന്ന ട്രാക്ക് ഓക്കെ ആണോ? അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യും, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്? അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ആളുകളും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് 1 or 1.5 month ഓഫ് പ്രിപ്പറേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ്, അതിനെന്തെല്ലാം സൊല്യൂഷനാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ മെഷർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാവുന്ന ഒന്നാമത്തെ കൺഫ്യൂഷനാണ്, ഞാൻ ക്വസ്റ്റ്യൻ എത്ര പ്രാക്ടീസ് ചെയ്യണം, എവിടുന്ന് പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് രണ്ടാമത് ചെക്ക് ചെയ്യണോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇനീഷ്യൽ ലേണിംഗ് ഫേസിലാണ്. നമ്മൾ ക്വസ്റ്റ്യൻസിനെ ഓരോന്നിനെയും ഓരോ പോയിന്റ് ആയിട്ട് കാണുകയല്ല വേണ്ടത്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്താ പറയുക, സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ പോയിന്റുകൾ ഒളിഞ്ഞു കിടക്കുന്നു, ആ പോയിന്റുകൾ ഞാൻ ഓരോന്ന് എടുത്ത് പഠിക്കുന്നു എന്നുള്ള ആ ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള മൈൻഡ് അല്ലെങ്കിൽ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ഫീലിംഗുള്ള ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇനീഷ്യലി കണ്ടിരിക്കുന്നത്. ആ ഓരോ ക്വസ്റ്റ്യൻസിന്റെ മുകളിലൂടെ ഞാൻ രണ്ടാമത് പാസ് ചെയ്ത് പോവോ, ഇതേ ക്വസ്റ്റ്യൻസ് ഞാൻ രണ്ടാമത് ഓർത്തെടുക്കേണ്ട ആവശ്യങ്ങളില്ലേ, അത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കണ്ടേ എന്നുള്ള തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇനീഷ്യലി ധാരാളമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇനീഷ്യൽ അങ്ങനെയുള്ള ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. അത് നമ്മുടെ പഠനത്തിന് തടസ്സമായി പോകാൻ പാടില്ല. ആക്ച്വലി അതിന്റെ അപ്രോച്ച് ആ രൂപത്തിലല്ല. ഈ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓരോ എനർജികളാണ് തരുന്നത്. ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഡിഫറെന്റ് എക്സാംസിലൂടെയും ഫർദർ ആയിട്ടുള്ള റിവിഷൻസിലൂടെയും നിങ്ങൾ കടന്നു പോകും. അപ്പൊ ഇത് നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ്. ഇത് നിങ്ങൾ തളർത്താൻ പാടില്ല. നിങ്ങൾ ഫാസ്റ്റ്ലി മൂവ് ഫോർവേഡ് ചെയ്യാം. അപ്പൊ ഇതേപോലെയുള്ള കൺഫ്യൂഷൻസ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ ഞാൻ പ്രാക്ടീസിന് മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ വിചാരിക്കേണ്ടത് ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്യാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ഓരോന്ന് പോയിന്റുകൾ ഞാൻ ഓർത്ത് വെക്കേണ്ടതല്ല. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുന്നതോടുകൂടി ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആ ഒരു കഴിവ് എനിക്ക് ആർജിച്ചെടുക്കും എന്നാണ് നമ്മൾ ഓരോരുത്തരും കാണേണ്ടത്. രണ്ടാമത്തെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി അലട്ടുന്ന പ്രശ്നമാണ്, ഓരോ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ഏരിയകൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ചില ഏരിയയിൽ ചില പോർഷൻസ് മിസ് ചെയ്തിട്ടുണ്ട്. ചില ചാപ്റ്റേഴ്സിന്റെ ഇനീഷ്യൽ പാർട്ടിൽ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്, അസുഖം കാരണം ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ മൈൻഡ്ഫുള്ളിലല്ലായിരുന്നു ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ആ സാധനം ഞാൻ മിസ്സായി പോയിട്ടില്ലേ എന്നുള്ള ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഫിയർ നമുക്ക് ഉണ്ടാവാറുണ്ട്. അത് ശരിക്കും നമ്മൾ പറയാറുള്ളത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അങ്ങനെ മിസ്സായതിന്റെ പിന്നാലെ ഓരോ പോയിന്റിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ലോസ് ആവും. അപ്പോൾ ഇതും നമുക്ക് ഉണ്ടാവുന്ന നോർമൽ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. നമ്മൾ ഓരോ പോയിന്റിന്റെ പിന്നാലെ ഓടിച്ചിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. ആ പോയിന്റ് ഒക്കെ നമ്മളെ കൂടെ വരും എന്നുള്ളതാണ് നമ്മൾ ഈ സമയത്ത് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ മിസ് ഔട്ട് ആയിട്ടുള്ള പോയിന്റ് ഇൻ ബിറ്റ്വീൻ കുറച്ച് ഏരിയകൾ നമുക്ക് ഉണ്ടാവും. മൾട്ടിപ്പിൾ റിവിഷൻസിലൂടെ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആക്കി മാറ്റാൻ പറ്റുള്ളൂ. നമ്മളെ മൈൻഡിലുള്ള അതിന്റെ ടെക്നിക്സും മെമ്മറിയും കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞു ഐലൻഡ് പോലെയാണ് ഇനീഷ്യലി ഫോം ചെയ്യുള്ളൂ. ഫർദർ ആയിട്ട് അതെല്ലാം ജോയിന്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ലാൻഡായി മാറണമെങ്കിൽ നമ്മൾ ഫർദർ ആയിട്ട് കുറേ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഇമ്പ്രൂവ് ചെയ്യുക. അത് ഓരോ തവണ ചെയ്യുമ്പോഴും ഓരോന്ന് പെറുക്കി മൈൻഡിൽ സ്ട്രെയിൻ വരുന്ന രൂപത്തിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. സം പാർട്ട് വിൽ ബി മിസ്ഡ്. ആ പാർട്ട് നമ്മൾ നെക്സ്റ്റ് റിവിഷനിലൂടെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നമ്മളെ മൈൻഡിലേക്ക് ആ പോയിന്റ് ക്ലിക്ക് ആവുന്ന സമയത്ത് നമ്മൾ അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കലൊക്കെ അതിന്റെ അടുത്തതായിട്ടുള്ള റിവിഷൻസിലാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ യൂസ് ചെയ്യുക. മിസ്സായി പോകുന്ന ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും, അതിനെ മൈൻഡിൽ വലിയ ഭാരങ്ങളായി കൊടുക്കാണ്ടിരിക്കുക. മൂന്നാമത് നമുക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണ്, റിവിഷൻ ടൈം ഞാൻ എപ്പോഴും കണ്ടെത്തും. ഇപ്പോൾ ഉള്ളത് തന്നെ എനിക്ക് ഒരുപാട് സമയം പഠിക്കാനുണ്ട്, 5 or 6 ചാപ്റ്റർ എത്തിയിട്ടുണ്ട്. ചില കുട്ടികൾ 8 ചാപ്റ്റർ വരെ പഠിച്ചെത്തിയ ഒരു ക്യാമ്പസുകളുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ ഈ പഴയ ചാപ്റ്റർ ഞാൻ എങ്ങനെ റിവൈസ് ചെയ്യും? ഇപ്പോൾ പഠിക്കുന്നതിന് സമയം കിട്ടുന്നില്ലല്ലോ. നമ്മൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കലും പഴയ സ്പീഡിലല്ല ഇപ്പം പോയോണ്ടിരിക്കേണ്ടത്. പണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ജിമ്മിലെ വെയിറ്റ് എല്ലാം നല്ല മസിലായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു എടുക്കുന്ന ടൈം നമുക്ക് കുറഞ്ഞു വരുന്നതോടുകൂടി പിന്നിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സമയത്തിനേക്കാളും വളരെ കുറച്ച് സമയത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ ചാപ്റ്റർ പഠിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ പണ്ട് പഠിച്ച ചാപ്റ്റർ റിവിഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്തും ചിലപ്പോൾ നമ്മൾ അത്ര കേപ്പബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് സമയം എടുത്ത് കുറച്ച് കാര്യങ്ങൾ റിവിഷനിൽ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ റിവിഷൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും
കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോകും. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ റിവിഷൻ നമുക്ക് വിളിക്കാൻ പറ്റില്ല, പിന്നെ വിഷൻ എന്ന് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ റീവിഷൻ തന്നെ ആക്കാൻ വേണ്ടി വിഷൻ ഫുള്ളി കംപ്ലീറ്റ്ലി മാഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് ഒന്നുകൂടെ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് റിമൈൻഡിങ് എന്നുള്ള രൂപത്തിലേക്ക് തന്നെ ചെറിയ സമയം കിട്ടി കൊള്ളിച്ചിട്ട് കുഞ്ഞു റിവിഷൻസ് നമ്മൾ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരിക. എനിക്കറിയാം നിങ്ങൾക്ക് ഈ സമയത്ത് റിവിഷനോ ബാക്കി സമയത്ത് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെ മാക്സിമം എഫേർട്ട് എടുത്ത് കുറച്ച് സമയങ്ങൾ കണ്ടെത്തി റിവിഷൻ മസ്റ്റ് ആയിട്ട് അതിന് നിങ്ങൾ പാർട്ട് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിൽ എനിക്ക് പറയാനുള്ള സൊല്യൂഷൻ. നാലാമത്തെ കാര്യം, ഈ സമയത്ത് നമുക്ക് വരുന്ന ഒരു പ്രധാന തോട്ട് ഇഷ്യൂ ആണ് ടഫർ ടോപ്പിക്സ്. നമുക്കറിയാം ഫോക്കസ് ഏരിയ +2 പഠിച്ചു വന്ന കുട്ടികളാണ്. ചെറിയ ഏരിയ +2 എന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ ബുക്കിൽ ഇങ്ങനെ പോർഷൻസ് നമ്മൾ എക്സാമിന് വേണ്ടി കവർ ചെയ്തിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല, ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ ഏരിയ ഒക്കെ നമുക്ക് എൻട്രൻസ് ക്ലാസ്സിൽ ഇരുന്ന് ക്യുക്ക് ക്ലാസ്സും അതിന്റെ കൂടുതൽ MCQ വരുമ്പോൾ നമുക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ടഫർ സൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡാർക്ക് സൈഡ് ഓഫ് സം ടോപ്പിക്കിന്റെ ഒരു ഡാർക്ക് സൈഡ് എപ്പോഴും ഉണ്ടായിരിക്കും. അതിന് എങ്ങനെ നമുക്ക് ക്ലിയർ ഒരു ലൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരിക്കലും നമുക്ക് അറിയാത്ത ടഫർ ആയിട്ടുള്ള ടോപ്പിക്സ് കുറെ നേരം ഇരുന്ന് പെട്ടെന്ന് അത് അറിയുന്ന ടോപ്പിക്കായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോസിബിൾ അല്ല. സ്റ്റിൽ നമ്മൾ ഒരുപാട് സമയം അതിമേൽ വായിച്ചിരുന്ന് അതിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി ഒരാളോട് ചോദിച്ചു, അതിന് കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. ഡെഫിനറ്റ്ലി ഇത് നന്നായി ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എക്സാമിലാണ് നിൽക്കുന്നത്. അതിലുള്ള റിസർച്ചിലല്ല നമ്മൾ പോകുന്നത്, ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ എക്സാമിലാണ്. അപ്പൊ ഈ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള യഥാർത്ഥ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ റൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ പോർഷൻസിന്റെ കുറച്ച് ഭാഗങ്ങൾ ചെറിയ സമയം അലോട്ട് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ രാവിലെ മുതൽ ഉച്ച വരെ ആ ഒരു ടഫർ ടോപ്പിക്കിന് സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരുപാട് സമയം പോകുന്നതിന് പകരം രാവിലത്തെ അരമണിക്കൂറോ രാത്രിയിലത്തെ അരമണിക്കൂറോ മാത്രം അതിൽ സ്പെൻഡ് ചെയ്ത് അത് വായിച്ച് എടുത്തു വെക്കുക. വീണ്ടും ആഫ്റ്റർനൂണിന്റെ ബ്രേക്ക് കഴിഞ്ഞ് ആദ്യം തന്നെ എടുത്തു നോക്കി, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആദ്യം തന്നെ ആ ഏരിയ റിവൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾക്ക് അതിലുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കും? നമ്മൾ ഒരിക്കലും അതിന്റെ പിന്നാലെ കുറെ സമയം കൂടില്ല. കാരണം നമുക്കറിയാം അത് ഡാർക്ക് സൈഡിൽ നിന്ന് ലൈറ്റർ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വിഷനോ തോട്ടോ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ളത് വരാൻ വേണ്ടി സമയമെടുക്കും. നമ്മൾ കൂടുതൽ തവണകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുക. നമ്മൾ സിംഗിൾ ടൈം കുറേ അധികം ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് പതുക്കെ ക്ലിയർ ആയി വരിക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ ടഫ് ടോപ്പിക് വരുമ്പോൾ നമ്മൾ എല്ലാം ഡെസ്പ് ആവാറുണ്ട്, കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ രണ്ട് കാര്യം ചെയ്യരുത്. സാവധാനം എല്ലാം ശരിയാവും എന്ന് പറയാറില്ലേ, അതുപോലെ സാവധാനം ശരിയാവും. പിന്നെ നമുക്ക് ഒരുപാട് സമയം അതിന്മേൽ ലോസ് ആവുന്നുള്ള ഈ രണ്ട് അബദ്ധങ്ങളും നിങ്ങൾ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പ്രധാന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ സമയത്ത് ഞാൻ ഇനി എന്താണ് മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളെ ഒരു കൺഫ്യൂഷൻ. ഞാൻ നന്നായി പഠിച്ചു പോകുന്നുണ്ടോ? അങ്ങനെ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നമ്മളെ സിസ്റ്ററോ ബ്രദറോ അല്ലെങ്കിൽ നമ്മളെ മെൻറ്ററോ ടീച്ചറോ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ റൈറ്റ് ട്രാക്കിൽ തന്നെയാണോ പോകുന്നത്, എന്നെ തന്നെ എനിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാൻ യഥാർത്ഥ ട്രാക്കിൽ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പോകുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അതിനാണ് നമ്മൾ 4 ക്വസ്റ്റ്യൻസ് കീപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ ഡെയിലി എത്ര ഹവേഴ്സ് പഠിച്ചു, നമ്മൾ ഡെയിലി എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു, നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഓരോ ചാപ്റ്ററും നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 4 കാര്യം നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ടാണോ നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു റിപ്പീറ്റർ, നീറ്റിന് വേണ്ടി നീറ്റ് എലോൺ ആയിട്ട് പഠിക്കുന്ന ഒരു ആസ്പിരന്റ്, ഞാൻ പറയാറുണ്ട് റിപ്പീറ്റർ സൂപ്പർ റിപ്പീറ്റർ എന്ന വേർഡിനേക്കാളും ബെറ്റർ 2023 നീറ്റ് ആസ്പിരന്റ് എന്നാണ്. അപ്പോൾ ഒരു നീറ്റ് ആസ്പിരന്റ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് 12 ഹവേഴ്സ്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ റൈറ്റ് ട്രാക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ എത്ര സമയം പഠിക്കും എന്നുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? 12+ ഹവേഴ്സ് നമ്മൾ ഇരിക്കുന്നുണ്ടോ? ഇറ്റ്സ് വെരി ഗുഡ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ചെയ്യുന്നുണ്ട്? നമുക്ക് ഒരിക്കലും 50 ക്വസ്റ്റ്യൻ്റെ താഴെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാ മാറില്ല. ഞാൻ ഓക്കെയാണ്, ഞാൻ 12 ഹവേഴ്സ് ഇരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് വീഡിയോ കാണുന്നതിലോ ക്ലാസ് കാണുന്നതിലോ നോട്ട് എഴുതുന്നതിലോ വായിക്കുന്നതിലോ മാത്രമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത്. ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങൾ 50 ക്വസ്റ്റ്യൻ്റെ താഴെ ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ഒരിക്കലും പോകാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ 100 അല്ലെങ്കിൽ 150 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഐഡിയൽ എന്നാണ്. മൂന്നാമത്തെ കാര്യം, ഒരു ചാപ്റ്ററിന് ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആകാൻ വേണ്ടി നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം ചില കുട്ടികളൊക്കെ 50 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് ഈ ചാപ്റ്ററിനുള്ള ചില കൺസെപ്റ്റുകൾ ഇനിയും ക്ലിയർ ആയിട്ടില്ല, ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇനി തെറ്റിപ്പോകുന്നുണ്ടെന്ന് പറയാറുണ്ട്. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഓരോ ചാപ്റ്ററിനും 200 or 300 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലുള്ള 3 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു, നമ്മൾ ഹവേഴ്സ് നമ്മൾ ഇരിക്കുന്ന നമ്മൾ 12 ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തും,
നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ 100+ അല്ലെങ്കിൽ 150+ എന്തായാലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഒരു ചാപ്റ്ററിന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം 200 അല്ലെങ്കിൽ 300 ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിന് ഓൾ ടുഗദർ, അതൊരു ദിവസമല്ല, ഓൾ ടുഗദർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്യും. എന്ത്, ഞാൻ റിവിഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അതിന് കൂടെ എസ് ആണെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എൻട്രൻസിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? കുറേ അധികം മാർക്ക് ഉണ്ടായിരിക്കും എന്നല്ല, നമ്മൾ വർക്കിലാണ് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. 12 hours+ പഠിക്കുന്നുണ്ട്, ഒരു ദിവസം 100+ അല്ലെങ്കിൽ 150 ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതും ഓരോ ചാപ്റ്ററിനും 200 to 3000, സെയിം ഡേയിലല്ല, ഡിഫറെൻറ്റ് ഡേയിലാണെങ്കിൽ 300 ക്വസ്റ്റ്യൻസോളം പ്രാക്ടീസ് ചെയ്ത് ആ ചാപ്റ്ററിൽ ഒരുവിധം കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. 4th എസ് ഓർ നോ ക്വസ്റ്റ്യൻ, യെസ് ഞാൻ റിവിഷൻ ചെയ്യുന്നുണ്ട്. ഇത്രയും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ഇടാം, നിങ്ങൾ യഥാർത്ഥ ട്രാക്കിലൂടെയാണ് പോകുന്നത്. താങ്ക് യു.